Dear students, welcome back to the online class. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്താണ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ട് വരാവുന്ന ബോണ്ടുകളുടെ ടൈപ്സിനെ കുറിച്ച് നോക്കി. അതുപോലെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഈൽഡ് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണ്ടായി അല്ലേ. കറണ്ട് ഈൽഡ്, നോമിനൽ ഈൽഡ്, സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ ഈൽഡ് ടു മെച്യൂരിറ്റി, ഈൽഡ് ടു കോൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബോണ്ടിൻ്റെ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഹൗ ടു കാൽക്കുലേറ്റ് ദി ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ട്. സിംപ്ലി നമ്മൾ അതിനെന്ത് പേര് പറയുന്നു? ബോണ്ട് വാല്യുവേഷൻ. ക്ലിയർ? ഇപ്പോൾ ബോണ്ട് വാല്യുവേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ബോണ്ടിൻ്റെ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, തിയററ്റിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, പ്രസൻറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബോണ്ട് വാല്യുവേഷൻ. ക്ലിയർ? അപ്പോൾ എന്താണ് ബോണ്ട് വാല്യുവേഷൻ്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ ഈൽഡ് ടു മെച്യൂരിറ്റി പഠിക്കുമ്പോൾ പഠിച്ചു, ഒരു ബോണ്ടിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ, ഈൽഡ് ടു മെച്യൂരിറ്റി അനുസരിച്ച് എന്താ, ഏത് ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടുള്ള ബോണ്ടിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസും ഇക്വേറ്റ് ചെയ്ത് വരുന്നത്, അതാണ് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. ഇവിടെ ബോണ്ട് വാല്യുവേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രീതിയിൽ തന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇങ്ങനെ ഏതൊരു ഇൻവെസ്റ്ററും പ്രതീക്ഷിക്കുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും അല്ലേ. ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്ററാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്ററാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ബോണ്ടിൽ അല്ലെങ്കിൽ ഡിബഞ്ചറിൽ നിങ്ങളുടെ പൈസ നിക്ഷേപിക്കണമെങ്കിൽ എന്തോ ഒന്ന് പ്രതീക്ഷിക്കില്ലേ അല്ലേ? എന്തായിരിക്കും പ്രതീക്ഷിക്കുക? ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കും, റിട്ടേൺ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കും അല്ലേ. അപ്പോൾ ഈ റിട്ടേണിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ബോണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ, ഡിബഞ്ചറിൽ നിക്ഷേപിക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ബോണ്ടിൽ നിന്നും 10% മിനിമം, കുറഞ്ഞത് 10% റിട്ടേൺ കിട്ടും എന്നാണെങ്കിൽ, ക്ലിയർ, ഇങ്ങനെ മിനിമം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണിനെ ഓക്കെ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ് പറയാം. എന്താ പറയാ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, KD എന്നാണ് പറയാം. എന്താ പറയുക? KD. ക്ലിയർ? എന്താണ് KD? അപ്പോൾ K സ്റ്റാൻഡ്സ് ഫോർ കോസ്റ്റ്. ക്ലിയർ? നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ K എന്ന് പറയുന്നത് കോസ്റ്റാണ്. D എന്താണ്? ഒരു സബ്സ്ക്രിപ്റ്റായിട്ട് അല്ലേ നമ്മൾ കാണിച്ചത്, D എന്ന് കാണിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ D സ്റ്റാൻഡ്സ് ഫോർ ദി ഡെപ്റ്റ്സ്. ഇപ്പോൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് KD ഉപയോഗിക്കും. അപ്പോൾ ഈ KD എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. എന്താ പറയാനേ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ക്ലിയർ? ശരി. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് നത്തിങ് ബട്ട് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം എന്താണത്? മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ഫ്രം എ ബോണ്ട് ഓർ എ ഡിബഞ്ചർ. ക്ലിയർ? ഒരു ഡെപ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രൊവൈഡേഴ്സ് അല്ലേ, ഇൻവെസ്റ്റേഴ്സ്, അതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെ പറയുന്ന പേരാണെന്ത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ക്ലിയർ? ഇങ്ങനെ ഓരോ ഇൻവെസ്റ്ററും ഓരോ റേറ്റ് ചിലപ്പോൾ അവർ അസ്യൂം ചെയ്യുന്നുണ്ടാവും അല്ലേ, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അവരുടെ പ്രതീക്ഷയ്ക്കുള്ള, ക്ലിയർ, പ്രതീക്ഷയിലുള്ള മിനിമം ആയിട്ട് വരുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെ, ക്ലിയർ, നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നോ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്നോ ഒക്കെ നമുക്ക് പേരിൽ വിളിക്കാം. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? റേറ്റ് ആയിട്ട് എടുക്കും. എന്തായിട്ട് എടുക്കുന്നു? റേറ്റ് ആയിട്ട് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ YTMൻ്റെ ഫോർമുല പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഈ YTM അല്ലേ, സി സമ്മേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ദാറ്റ് ഈസ് P0 ഈക്വൽ ടു എന്നാണ് നമ്മൾ പറഞ്ഞത്. P0 ഈക്വൽ ടു സമ്മേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ 1 + YTM. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതിനെ 1 + KD എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അല്ലെങ്കിൽ അതിനെ സിംപ്ലി എന്ന് പറയാം, KDക്ക് വരാം 6 എന്ന് കൊടുത്താലും മതി. ക്ലിയർ? സോ റേസ് ടു T പ്ലസ് എഫ് തന്നെയാണ്. ക്ലിയർ? റെഡീമബിൾ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ 1 + KD. ക്ലിയർ?
റേസ് ടു n. അപ്പോൾ നമുക്ക് ബോണ്ട് വാല്യുവേഷനിൽ ഒരു ബോണ്ടിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്, കുറേ വർഷത്തേക്കുള്ള ഒരു ബോണ്ടാണെങ്കിൽ ഇനി നമ്മൾ പറയുന്ന പേരാണ് റിഡീമബിൾ ബോണ്ട്, അല്ലേ? ബോണ്ടുകളെയും ഡിബഞ്ചറുകളും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അല്ലേ? എന്തൊക്കെയാണത്? റിഡീമബിൾ ഡിബഞ്ചർ എന്നും ഇറഡീമബിൾ ഡിബഞ്ചർ എന്നും. എന്താ റിഡീമബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലേ? നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ്. ഇത് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് കമ്പനികൾ തിരിച്ചു കൊടുക്കേണ്ട ഡിബഞ്ചറുകളാണ്. തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യേണ്ട, റിഡംഷൻ ചെയ്യേണ്ട ഡിബഞ്ചറുകളെയാണ് എന്താ പറയുക? റിഡീമബിൾ ഡിബഞ്ചേഴ്സ്, അല്ലേ? അപ്പോൾ അതിനൊരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ക്ലിയർ? ആ മെച്യൂരിറ്റി പീരീഡിനെ നമ്മൾ എന്താ പറയുക? എൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ ടി എന്ന് പറയണ്ടത്, അല്ലേ? എന്താ ടി? ഇത് ടൈം പീരീഡ് ആണ് എന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ n = 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടി എന്തുവരെ വരും? ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം കിട്ടും, മൂന്നാമത്തെ വർഷത്തിന് അവസാനം കിട്ടും, നാലാമത്തെ വർഷത്തിന് അവസാനം കിട്ടും, അഞ്ചാമത്തെ വർഷത്തിന് അവസാനം കിട്ടും. ക്ലിയർ? സോ ടി എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഇങ്ങനെയായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ടി ഈസ് സ്റ്റാർട്ട് വിത്ത് 1. ക്ലിയർ? ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് n. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പോൾ 1 മുതൽ 5 വരെ എന്ന് കാണിക്കാൻ വേണ്ടി സമ്മേഷൻ ഓഫ്, ക്ലിയർ, താഴെ നമ്മൾ ടി = 1. ക്ലിയർ? ഓർ ടി സ്റ്റാർട്ട്സ് വിത്ത് 1 ആൻഡ് എൻഡ്സ് അറ്റ് n. അപ്പോൾ n നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും മുകളിലായിട്ട് സമ്മേഷൻ്റെ സിഗ്മയുടെ മുകളിലായിട്ട് എഴുതുന്നു. സോ ദിസ് ഈസ് സമ്മേഷൻ. ക്ലിയർ? സി എന്താ? സി ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ സി ടി? സി എന്ന് പറയുന്നത് എന്താ? ഈ 1, 2, 3, 4, 5 ഇതിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്. ക്ലിയർ? ക്യാഷ് ഇൻഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് പറയാം? ക്യാഷ് ഇൻഫ്ലോ. ഇവിടെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ബോണ്ടുകളെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ കൂപ്പണാണ്, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ. സോ ഇറ്റ് ഈസ് കൂപ്പൺ, ആനുവൽ കൂപ്പൺ എന്ന് പറയാം. എന്ത് പറയാം? ആനുവൽ. ക്ലിയർ? ആനുവൽ കൂപ്പൺ. സോ ആനുവൽ കൂപ്പൺ ഓർ ഇൻട്രസ്റ്റ്, ആനുവൽ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഡിവൈഡഡ് ബൈ 1 + KD. എന്താണ് KD എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അല്ലേ? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്നൊക്കെ പറയാം. ക്ലിയർ? ഓക്കെ. എഫ് എന്താണ്? റിഡീമബിൾ വാല്യൂ. = റിഡീമബിൾ വാല്യൂ ഓർ റിഡംഷൻ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ, പ്രോബ്ലത്തിൽ തന്നിട്ടില്ല എങ്കിൽ എന്ത് തന്നെ എടുക്കണം? ഫേസ് വാല്യൂ ഷുഡ് ബി ടേക്കൺ ആസ് ദി റിഡംഷൻ വാല്യൂ. ക്ലിയർ? 1000 രൂപയുടെ ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ 1000 രൂപ തന്നെ കൊടുക്കുക. അപ്പോൾ ഫേസ് വാല്യൂ തന്നെ. ഇനി 1000ത്തേക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ റിഡീമബിൾ വാല്യൂ, ഫോർ എക്സാമ്പിൾ 1100 ആണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ 1100 ആണ് എഫ് ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ. n എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഇതാണ് ഇതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ വാട്ട് ഇസ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എൻ റിഡീമബിൾ ബോണ്ട്? ഏത് ബോണ്ടാണ്? റിഡീമബിൾ ബോണ്ട് ഓർ റിഡീമബിൾ ഡിബഞ്ചർ. Clear? So what is the formula? P0 market price or MP = summation of C divided by 1 + KD raised to T plus F divided by 1 + KD raised to N. Clear? ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? MP = അല്ലേ, അല്ലെങ്കിൽ P0 is equal to summation of C divided by 1 + R raised to T plus F divided by 1 + R raised to N. ഇങ്ങനെ എഴുതാം. അപ്പോൾ R എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? അപ്പോൾ ഇത് ഡിസ്കൗണ്ട് റേറ്റ് ആണെന്ന് അറിയണം. ക്ലിയർ? അപ്പോൾ ഇവിടെ KD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ക്ലിയർ? അപ്പോൾ ഇത് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ? അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആയിട്ടും പറയാം, ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ? മിനിമം റിക്വയർഡ് റേറ്റ് ആയിട്ടും പറയാം. ഇത് R ആണെന്ന് പറയാം. R എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ KD എന്ന് ഉപയോഗിക്കാം. ഓക്കെ. സോ ദിസ് ഈസ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോണ്ട്. ഇങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മളെന്ത് പറയും? പ്രസൻറ്റ് വാല്യൂ, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലേ? ഒരു ടൈം വാല്യൂ ഓഫ് മണിയുടെ കേസിൽ നമ്മൾ പഠിക്കേണ്ട, അല്ലേ? അതിലെന്താ പഠിച്ചത്? എമൗണ്ട് ഡിവൈഡഡ് ബൈ 1 + R raised to N എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്ന സമ്മേഷൻ എന്തായിരിക്കും? പ്രസൻറ്റ് വാല്യൂ. ഒരു ബോണ്ടിൽ നിന്നും കുറേ വർഷങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെയോ കിട്ടും, അല്ലേ? ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ. സേ ഫോർ എക്സാമ്പിൾ ഒരു ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബോണ്ടിൻ്റെ വാല്യൂ, ഫേസ് വാല്യൂ 1000 രൂപയായിരുന്നു. ക്ലിയർ? 10% അതിൻ്റെ കൂപ്പൺ റേറ്റ്. ക്ലിയർ? 5 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി. ഓക്കെ എന്ന് വിചാരിക്കും. 5 years. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യും? 1, 2, 3, 4, അല്ലേ? 5 ഇങ്ങനെ 5 വർഷമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. എന്തൊക്കെ കിട്ടും? ഒന്നാമത്തെ വർഷം 10%, 1000 രൂപയുടെ 10% പറഞ്ഞാൽ 100 രൂപയുടെ പലിശ കിട്ടും. രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യും?
100 രൂപയുടെ പലിശ കിട്ടും. മൂന്നാമത്തെ വർഷം എന്ത് ചെയ്യും? 100 രൂപയുടെ പലിശ കിട്ടും. നാലാമത്തെ വർഷം എന്ത് ചെയ്യും? 100 രൂപയുടെ പലിശ കിട്ടും. അഞ്ചാമത്തെ വർഷം എന്ത് ചെയ്യും? 100 രൂപയുടെ പലിശ കിട്ടും. മാത്രമല്ല അഞ്ചാമത്തെ വർഷം എന്തുകൂടെ കിട്ടും? ഫേസ് വാല്യൂ, റിഡീംഷൻ്റെ വാല്യൂ കൂടെ കിട്ടും, 1000 രൂപ. അപ്പോൾ 1000 രൂപയ്ക്ക് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ബോണ്ടിൽ 5 വർഷമാണ് കാലാവധിയെങ്കിൽ അതിൻ്റെ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്, ഇങ്ങനെ 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റും അല്ലേ, പ്ലസ് അഞ്ചാമത്തെ വർഷം കിട്ടുന്ന അതിൻ്റെ റിഡംഷൻ വാല്യൂ. ക്ലിയർ? ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കിട്ടുന്നത്. ഇത് എപ്പോഴേക്കാണ് കിട്ടുക? ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം, രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം, മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം അല്ലേ, ഇങ്ങനെ അഞ്ചാമത്തെ വർഷത്തിൻ്റെ അവസാനം വരെ കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇത് 5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതൊക്കെ കിട്ടുക. 5 വർഷം കഴിയുമ്പോഴേ മുഴുവൻ പൈസ കിട്ടുള്ളൂ. പക്ഷേ ഇന്നത്തെ വില നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റണം. പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പ്രോസസ്സാണ് എന്ത്? ഡിസ്കൗണ്ടിങ് അല്ലേ. ഡിസ്കൗണ്ടിങ്ങിൻ്റെ ഫോമുല എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ ഫോമുല? ഫ്യൂച്ചർ വാല്യൂ ദറ്റ് ഈസ് അല്ലേ ഡിവൈഡഡ് ബൈ 1+r⁴n നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് കുറേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? സമ്മേഷൻ എടുക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ അത് തന്നെയാണ് തന്നെ, കുറേ ഉള്ളതുകൊണ്ട് സമ്മേഷൻ എടുക്കും. അപ്പോൾ ടേബിൾ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടേബിൾ വരയ്ക്കുന്ന സമയത്ത് അല്ലേ, ഇയർ, ക്ലിയർ, ഇയർ കോളം, പിന്നെ എന്ത് ചെയ്യും? ക്യാഷ് ഇൻ ഫ്ലോ, ഓക്കെ, ഫ്രം ബോൺ, ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, ഫോമുല എല്ലാം ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലേ. ദെൻ പ്രസൻറ്റ് വാല്യൂ, ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ 1, 2, 3, 4, 5, 7 ക്ലിയർ. എന്നിട്ട് ഓരോന്നിന് വർഷം നമുക്ക് കിട്ടുന്ന എന്ത് ചെയ്യണം? എമൗണ്ടുകളൊക്കെ നമ്മളിവിടെ എടുത്ത് അവസാനത്തെ വർഷം നമുക്ക് 1100 രൂപ ടോട്ടൽ കിട്ടും. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10% നമ്മുടെ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് വിചാരിക്കുക. കൂപ്പൺ റേറ്റ് 10%. ഇപ്പോൾ ഇൻവെസ്റ്റർ വിചാരിക്കുകയാണ് അയാൾക്ക് 11% കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 11% പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വേണം എടുക്കുക. ഇനി ഇൻവെസ്റ്റർ വിചാരിക്കണം അയാളുടെ മിനിമം റിക്വയർഡ് റേറ്റ് എന്ന് പറയുന്നത് 12% എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 12% വെച്ചിട്ട് വേണം നമ്മൾ PV ഫാക്ടർ ഓരോ വർഷത്തേക്കും എടുക്കുക. ക്ലിയർ? ഇനി ഇൻവെസ്റ്റർ വിചാരിക്കുകയാണ് 8% അയാൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 8% റേറ്റ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ് നമ്മൾ എടുക്കുക. ക്ലിയർ? ഇനി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതേ ഇൻറ്റു ഇത്. ക്ലിയർ? ഇങ്ങനെ ഓരോ വർഷത്തെയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ വർഷത്തെയും PV കിട്ടും. അതിൻ്റെ എന്തെടുക്കുക? ടോട്ടൽ സം എടുക്കുക. അപ്പോൾ ആ ടോട്ടൽ സമ്മാണ് പ്രസൻറ്റ് വാല്യൂ, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ. ക്ലിയർ? ഈ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോനെയാണ് എന്ത് പറയുന്നത്? ദറ്റ് ഈസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. എന്ത് പറയുക? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓർ അതിന് നമ്മൾ ബോണ്ട് വാല്യുവേഷനിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടെർമിനോളജിയിൽ പറയുമ്പോൾ എന്ത് പറയുന്നു? ഇൻട്രിൻസിക് വാല്യൂ. എന്ത് പറയും? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ട്. ക്ലിയർ? പ്രസൻറ്റ് വർത്ത് ഓഫ് എ ബോണ്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോണ്ട് എന്ന് പറയും. ക്ലിയർ? തിയററ്റിക്കൽ വാല്യൂ ആണത്. ക്ലിയർ? കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ബോണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വന്നാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ. സോ ഇവിടെ നമ്മൾ പ്രോബ്ലം തന്നിരിക്കണം. നോക്കൂ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 9 അല്ലേ, അതിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഇല്ലുസ്ട്രേഷൻ നമ്പർ 9 കൊടുത്തിരിക്കുന്നത്? വാട്ട് ഈസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട് വിത്ത് എ ഫേസ് വാല്യൂ ഓഫ് ₹1000. 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കൂപ്പൺ റേറ്റ് എത്രയാണ്? 8%. ആൻഡ് മെച്യൂരിറ്റി പീരീഡ് ഈസ് 3 years ആൻഡ് yield to maturity ഈസ് 10%. ഈ ഇവിടെ YTM എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ക്ലിയർ? ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ. ക്ലിയർ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പലപ്പോഴും yield to maturity കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഒരു ബോണ്ട് ഈ മെച്യൂരിറ്റി പീരീഡ് വരെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ആനുവലൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും അല്ലേ, അതാണ് എന്ത് yield to maturity. അപ്പോൾ അത് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റെന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനോ ഒക്കെ പറയാം. ക്ലിയർ? ഇവിടെ YTM അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 10%. ഇപ്പോൾ ഒരു പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, മിനിമം റിക്വയർഡ് റിട്ടേൺ 10%. ക്ലിയർ? കൂപ്പൺ റേറ്റ് എത്രയേ ഉള്ളൂ? ഇവിടെ 8% ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ? ദെൻ ഫേസ് വാല്യൂ ഓഫ് ബോണ്ട് എത്രയാണ്? ₹1000 ആണ്. 3 years ആണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. ക്ലിയർ? വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി പ്രസൻറ്റ് വാല്യൂ ഓർ ഇൻട്രിൻസിക് വാല്യൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ നേരത്തെ ഫോമുല പഠിച്ചു അല്ലേ. എന്താണ് ഫോമുല നമ്മൾ നോക്കിയിട്ടുണ്ടായി. എന്താണത് പറഞ്ഞത്? MP, ദാറ്റ് ഈസ് MP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല എന്തായിരുന്നു? P0 = summation of അല്ലേ
P0 current market price or market price equal to summation of C divided by 1 plus YTM ആണെങ്കിൽ YTM, clear, YTM raised to T plus face value അല്ലെങ്കിൽ redemption value divided by 1 plus YTM raised to N, clear. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. അപ്പോൾ ഇതേ ഫോമുല ഉപയോഗിച്ച് നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇതിനെ എക്സ്പെക്ട് ചെയ്ത് ഇതാണ് വിചാരിക്കുക. സോ നമുക്കിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ, അപ്പോൾ നോട്ടായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ എടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ആവശ്യമായുള്ള ഡാറ്റ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണ് നമ്മൾ എടുത്തത് അല്ലേ? എന്തായത് എടുത്തത്? ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു ₹1,000, കൂപ്പൺ റേറ്റ് ഈക്വൽ ടു 8%. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി കണ്ടുപിടിക്കാം. സി അല്ലെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ്, coupon or annual interest equal to face value into coupon rate divided by 100. 8%. അപ്പോൾ 1000 രൂപയുടെ ഫേസ് വാല്യൂന് 8% പലിശ കിട്ടുകയാണെങ്കിൽ ഒരു വർഷം എത്ര കിട്ടും? 80 റുപ്പി കിട്ടും. ക്ലിയർ? സോ ദിസ് ഈസ് ആനുവൽ ഇൻട്രസ്റ്റ് അല്ലേ? എത്ര വർഷമാണ് പീരീഡ്, മെച്യൂരിറ്റി പീരീഡ്? സോ n ഈക്വൽ ടു 3 years. അപ്പോൾ 3 വർഷത്തേക്ക് നമുക്ക് 80 വെച്ച് കിട്ടും. ആണോ അല്ലയോ? ക്ലിയർ? ഓക്കെ. ദെൻ അടുത്തത് എന്താ? മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമുക്ക് എന്തുകൂടെ കിട്ടും? ഫേസ് വാല്യൂ കൂടെ കിട്ടും. ക്ലിയർ? സോ വാട്ട് ഈസ് എ ഫേസ് വാല്യൂ? 1000 റുപ്പീസ് കൂടെ എക്സ്ട്രാ കിട്ടും. ക്ലിയർ? അപ്പോൾ ഫേസ് വാല്യൂയിലാണ് ഇവിടെ, വേറെ റിഡംഷൻ്റെ വാല്യൂ ഒന്നും തരാത്തതുകൊണ്ട് ഫേസ് വാല്യൂ തന്നെ റിഡീം ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാണ്. ക്ലിയർ? സാധാരണ പ്രോബ്ലത്തിൽ റിഡംഷനെ സംബന്ധിക്കുന്ന വാല്യൂ ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യം എന്താ? ഫേസ് വാല്യൂവിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നത്. 1000 രൂപയുടെ ഡിവഞ്ചർ 1000 രൂപ തന്നെ തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്നു എന്നുള്ള അസംഷൻ എടുക്കണം. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതനുസരിച്ച് നമ്മൾ നമ്മുടെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. MP ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു അല്ലെങ്കിൽ P0 ഈക്വൽ ടു അല്ലേ 80 പ്ലസ്. ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതിൽ 2 വശമേ കാണിച്ചിട്ടുള്ളൂ അല്ലേ? പക്ഷെ 3 വശത്തേക്ക് എഴുതണം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എങ്ങനെ എഴുതും? സോ 2 ഇയേഴ്സിൻ്റെ ഇൻട്രസ്റ്റേ കാണിച്ചുള്ളൂ, 3 ഇയേഴ്സിന് നമ്മൾ എഴുതണം. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് എഴുതുക? പിന്നെ കറക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ MP ഈക്വൽ ടു ക്ലിയർ 80 ഡിവൈഡഡ് ബൈ 1 പ്ലസ് YTM എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? 0.1. ക്ലിയർ? 0.1 എന്താ? 10% അർത്ഥം. ക്ലിയർ? റേസ് ടു 1 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 raised to 2 plus 80 divided by 1 plus 0.1 raised to 3 plus അല്ലേ? ഇപ്പോൾ 3 എണ്ണമായി. ഇനി എന്തുകൂടെ കിട്ടും നമുക്ക്? മെച്യൂരിറ്റി വാല്യൂ കൂടെ കിട്ടും. ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 raised to 3 തന്നെയാണ് വരിക. ക്ലിയർ? ഓർ ഇതിനെ നമ്മൾ വേറെ രീതിയിൽ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇവിടെ തന്നിരിക്കുന്ന പോലെ എങ്ങനെ എഴുതാം? 2 വർഷത്തേക്ക് നമുക്ക് 80 രൂപ കിട്ടും അല്ലേ? മൂന്നാമത്തെ വർഷം എത്ര കിട്ടും? 1000 വരെ എത്ര കിട്ടും? 1080 രൂപ കിട്ടും. ക്ലിയർ? സോ 1080 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 റേസ് ടു 3. കാരണം മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം ഇൻട്രസ്റ്റും കിട്ടും റീപേയ്മെൻറ്റും കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്, റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 80 പ്ലസ് 1000 1080. അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. ക്ലിയർ? 1080. ഓക്കെ, 80 പ്ലസ് അല്ലേ 80 ഡിവൈഡ് ബൈ 1 പ്ലസ് അല്ലേ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1.1 പ്ലസ് 80 ഡിവൈഡ് ബൈ 1.121 ആണ് അല്ലേ? അങ്ങനെയാണ് 80 ഡിവൈഡ് ബൈ 1.21 കിട്ടുന്നത്. ദാറ്റ് ഈസ് 1 പ്ലസ് 0.1 റേസ് ടു 2 അതിൻ്റെ വാല്യൂ ആണ്. ക്ലിയർ? ദെൻ അടുത്തെന്താ? 80ഉം 1000 അത് രണ്ടും കൂടി ചേർത്ത് 1080 ഡിവൈഡ് ബൈ 1.331. ക്ലിയർ? അതെങ്ങനെയാണ് 1.331 കിട്ടിയത്? ദാറ്റ് ഈസ് 1 പ്ലസ് 0.1 റേസ് ടു 3 അതിൻ്റെ വാല്യൂ ആണ്. ക്ലിയർ? ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 950.26. സോ ദിസ് 950.26 ഈസ് ദി പ്രസൻറ്റ് വാല്യൂ ഓർ P0 ഓർ മാർക്കറ്റ് പ്രൈസ് ഓർ നമ്മൾ എന്താ പറയുക? ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? ഇങ്ങനെയാണ് ഒരു ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ഇൻഫ്ലോസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ ക്യാഷ് ഇൻഫ്ലോസിൽ എന്തൊക്കെയാണ് വരിക? കൂപ്പൺ പേയ്മെൻറ്റും ആനുവലായിട്ട് കിട്ടുന്ന കൂപ്പൺ പേയ്മെൻറ്റും അതുപോലെ തന്നെ
റിഡംഷൻ സമയത്ത് കിട്ടുന്ന റിഡീമബിൾ വാല്യൂ. ക്ലിയർ? ഇത് രണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നു. ക്ലിയർ? ഇങ്ങനെ മാറ്റി കിട്ടുന്ന എമൗണ്ടിൻ്റെ സമ്മേഷൻ എടുക്കുന്നു. ക്ലിയർ? എല്ലാ ക്യാഷ് ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ സം. ആ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോസ് ആണ് എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ട്, അല്ലെങ്കിൽ മാർക്ക് പ്രൈസ് ഓഫ് എ ബോണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റ് വർത്ത് ഓഫ് എ ബോണ്ട്, അല്ലെങ്കിൽ P0 എന്നൊക്കെ പറയാം. ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാർക്കറ്റിൽ ആക്ച്വൽ മാർക്കറ്റിൽ വേറൊരു വിലയായിരിക്കും, പക്ഷേ എങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ്, അതാണ് ഇവിടെ പറയുന്നത്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ? ഇപ്പോൾ P0 അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദീസ് ആർ ഓൾ തിയററ്റിക്കൽ. എന്താണ്? തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസാണ്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസാണ്. ഫോമിൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ച മാർക്കറ്റ് പ്രൈസ്. ആക്ച്വൽ മാർക്കറ്റിൽ ചിലപ്പോൾ വേറൊരു പ്രൈസ് ആയിരിക്കും. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് വാല്യൂ ഓഫ് എ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് തരത്തിലുള്ള ബോണ്ടിൻ്റെയാണ്? റിഡീമബിൾ ബോണ്ടിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ക്ലിയർ? ഇല്ലുസ്ട്രേഷൻ നമ്പർ 10. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ പറ്റും. ഓക്കെ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. റെഡിയായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ₹1,000 face value bond bearing a coupon rate of 3.5% matures after 10 years. Clear? അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് 1,000. ക്ലിയർ? കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട് 3.5%. മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ N തന്നിട്ടുണ്ട് എത്ര? 10 years. The expected yield to maturity is 6%. yield to maturity എത്രയാ? 6%. 6% നമുക്ക് എങ്ങനെ എഴുതാം? 6/100 അല്ലേ? 6/100 എന്ന് പറഞ്ഞാൽ എത്ര? 0.06. എന്താ പറയുക? 0.06 അല്ലേ? T അല്ലെങ്കിൽ N എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടേം അല്ലെങ്കിൽ N എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. ക്ലിയർ? ഇപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ എഴുതി. നമുക്കിതിൽ C കണ്ടുപിടിച്ചൂടെ? C എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നേരത്തെ പഠിച്ചു അല്ലേ? ദാറ്റ് ഈസ് ഫേസ് വാല്യൂ ഇൻറ്റു കൂപ്പൺ റേറ്റ്. ക്ലിയർ? കൂപ്പൺ റേറ്റ്. ഓക്കെ, ഇപ്പോൾ ഫേസ് വാല്യൂ ഇവിടെ എത്രയാ? 1,000 rupees ഇൻറ്റു കൂപ്പൺ റേറ്റ് എത്രയാണ്? 3.5 divided by 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 35. എത്ര കിട്ടും? 35 രൂപ. സോ 35 ഈസ് ദി ആനുവൽ കൂപ്പൺ റേറ്റ്. ക്ലിയർ? 35 രൂപയാണ് കൂപ്പൺ. ഓക്കെ, അപ്പോൾ C കിട്ടി. നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാട്ട് ഈസ് എ ഫോമുല? നേരത്തെ പഠിച്ചതാണ് അല്ലേ? ദാറ്റ് ഈസ് MP ഈക്വൽ ടു സമ്മേഷൻ ഓഫ് C divided by 1 plus YTM raised to T plus F divided by 1 plus YTM raised to N. ക്ലിയർ? ഈ YTMന് പകരം നമുക്ക് എന്തുകൂടെ എഴുതാം? KD എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്തുകൂടെ എഴുതാം? R എന്ന് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? ഓക്കെ, എനിവേ നമ്മളിവിടെ YTM എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് കൊണ്ട് yield to maturity വെച്ച് തന്നിരിക്കുന്നത് YTM തന്നെ എഴുതി. ഓക്കെ, ശരി. പ്രോബ്ലത്തിൽ അങ്ങനെ തന്നതുകൊണ്ട് അങ്ങനെ എഴുതി. ഈ പ്രോബ്ലത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ R തന്നെ ഉപയോഗിക്കാം. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്നാണ് തന്നിരിക്കുന്നത് KD എന്ന് ഉപയോഗിക്കാം. ക്ലിയർ? ആൾട്ടർനേറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ശരി. ദെൻ പ്രസന്റ് വർത്ത് ഓഫ് ദ ബോണ്ട്. ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അടുത്തതിലേക്ക് വരാം. The expected yield to maturity is 6%. The present market price is 802. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 802 രൂപ. ക്ലിയർ? 1000 രൂപയുടെ ബോണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ വിൽക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് CMP, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ? ഈസ് ഈക്വൽ ടു 802. ദെൻ ക്യാൻ ആൻ ഇൻവെസ്റ്റർ ബൈ ഇറ്റ്? ഇങ്ങനെ ഒരു ബോണ്ടിനെ ഒരു ഇൻവെസ്റ്റർ വാങ്ങിക്കണോ വേണ്ടയോ? അപ്പം നിങ്ങളൊരു ഇൻവെസ്റ്ററാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അടുത്ത് ചോദിക്കണം ഇങ്ങനെ ഒരു ബോണ്ടിന് നിങ്ങൾ വാങ്ങിക്കോ, അല്ലെങ്കിൽ വേറൊരാളെ ചോദിക്കണം. അപ്പോൾ 1000 രൂപയുടെ ഫേസ് വാല്യൂള്ള ഒരു ബോണ്ട് ഇപ്പോൾ 802 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നു, വിൽറ്റുകൊണ്ടിരിക്കുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 3.5% അതിൻ്റെ കൂപ്പൺ റേറ്റ്. ക്ലിയർ? 6% നമ്മുടെ റിക്വയർഡ് റേറ്റ് അല്ലെങ്കിൽ yield to maturity. ക്ലിയർ? ശരി, ഈ ബോണ്ടിനെ നിങ്ങൾ വാങ്ങിക്കണോ വേണ്ടയോ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? വാങ്ങിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ? വിറ്റോളൂ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളെന്തോ നോക്കിയിട്ട് വേണം അല്ലേ? ഒരു റാഷണൽ ഡിസിഷൻ നമ്മൾ എടുക്കണം. എങ്ങനെയാണ് ഒരു റാഷണൽ ഡിസിഷൻ എടുക്കുക? അപ്പം അതിനു വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ, ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അല്ലെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ PV. ക്ലിയർ? സോ വി വിൽ കാൽക്കുലേറ്റ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോണ്ട് ഓർ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ട്. ക്ലിയർ? ഇതിനെ തിയററ്റിക്കൽ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം, ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതുകൊണ്ട്. ക്ലിയർ? ഇങ്ങനെ കണ്ടുപിടിച്ച ശേഷം ക്ലിയർ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമുക്കൊരു ഭാഗത്തുണ്ട് അല്ലേ? CMP ഉണ്ട്. ക്ലിയർ?
ഇപ്പോൾ CMP ഉണ്ട്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയും ഇൻട്രിൻസിക് വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ. ക്ലിയർ? അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂവും കറണ്ട് മാർക്കറ്റ് പ്രൈസും രണ്ടും ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ? എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക? ഇപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, നിങ്ങൾ റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ക്ലിയർ? എന്താണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന യാർഡ് സ്റ്റിക്ക്? ഓക്കെ, 3 സിറ്റുവേഷനാണ് വരിക. എന്തൊക്കെയാണ് 3 സിറ്റുവേഷൻ? നമ്പർ 1, ഒന്നാമത്തെ സിറ്റുവേഷൻ. ക്ലിയർ? ഒന്നാമത്തെ സിറ്റുവേഷനിൽ എന്താ വരിക? സോ ഇവിടെ വരാവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറയാണ്. നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ബോണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വളരെ കൂടുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ, ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതിനേക്കാളും കുറവാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഡിസിഷൻ എടുക്കുക? വി ക്യാൻ ബൈ ഇറ്റ്. എന്താ എൻ്റെ അർത്ഥം? മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് വിലയ്ക്ക് വിൽക്കുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കൂടുതൽ വിലയുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും? മാർക്കറ്റിൻ്റെ പ്രൈസ് ഈ വിലയിലേക്ക്, കൂടുതൽ വിലയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിൽക്കാം. ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുകയും കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെയർഫോർ ഇഫ് ഇൻട്രിൻസിക് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വി ക്യാൻ ബൈ ഇറ്റ്. രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് എന്താ? രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രിൻസിക് വാല്യൂ ലെസ് ദാൻ CMP, കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കുറച്ച് വാല്യൂ ഉള്ളൂ, പക്ഷെ മാർക്കറ്റിൽ ഇപ്പം കൂടുതൽ വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ലാഭം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? വി ക്യാൻ സെൽ ഇറ്റ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു ബോണ്ടിന് 900 രൂപയേ ഉള്ളൂ, പക്ഷെ മാർക്കറ്റിൽ ഇപ്പോൾ 1000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 900 രൂപയ്ക്ക് അല്ലേ ഉള്ള നമ്മുടെ വാല്യൂയിൽ 900 ഉള്ളൂ, മാർക്കറ്റിലാണ് എത്ര കിട്ടും? 1000 രൂപ കിട്ടും. അപ്പോൾ 1000 രൂപയ്ക്ക് വിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ വാല്യൂ എന്ത് ചെയ്യും? 900 രൂപയുടെ അടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചത് വാങ്ങിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സെൽ ഡിസിഷനാണ് നമ്മൾ എടുക്കുക. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താ? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതും കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ മാർക്കറ്റിലുള്ളതും തമ്മിൽ ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അങ്ങനെ വരികയാണെങ്കിൽ ഇൻവെസ്റ്റർക്ക് വാങ്ങിക്കണോ വിൽക്കണോ എന്ന് എന്ത് ചെയ്യാം? അയാളുടെ അസംഷൻ അനുസരിച്ച് വേണമെങ്കിൽ തീരുമാനിക്കാം. ക്ലിയർ? ഹി ക്യാൻ ഐദർ ബൈ ഇറ്റ് ഓർ സെൽ ഇറ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള സിറ്റുവേഷനാണ് നമുക്ക് വരാൻ പറ്റുക. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹൗ ടു കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ? നേരത്തെ നമ്മൾ പഠിച്ചാണ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അല്ലേ? നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം അനുസരിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. സി അല്ലേ? നമുക്ക് ഓരോ വശത്തെ എത്ര വശത്തേക്കുണ്ട്? 10 വശത്തേക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 10 വശത്തുള്ള വാല്യൂ നമ്മൾ എടുത്ത് എഴുതണം. ക്ലിയർ? ബോണ്ടിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഏത് റേറ്റിന് നമ്മൾ എടുക്കും? 6% ഇൻട്രസ്റ്റ് റേറ്റിന് എടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് എടുക്കുക? 2 രീതിയിൽ ചെയ്യാം. നമ്മൾ 10 വർഷത്തേക്ക് വേണമെങ്കിൽ നമ്മളൊരു ടേബിൾ രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയൊക്കെയാണത്? ഇയർ കോളം അല്ലേ? ദെൻ അടുത്തെന്താ? താഴെ നെക്സ്റ്റ് കോളമായിട്ട് വരുന്ന എന്താണ്? ക്യാഷ് ഇൻഫ്ലോ. ദെൻ അടുത്ത കോളം എന്താണ്? PV ഫാക്ടർ, PVF അറ്റ് 6%. ദെൻ PV. എന്നിട്ട് എന്ത് ചെയ്യുക? 35 രൂപയാണ് സി അല്ലേ? റിഡംഷൻ വാല്യൂ എത്രയാണ്? 1000 തന്നെയാണ്, വേറെ ഒന്നും തരാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 വർഷത്തേക്ക് എഴുതണം. എത്ര എഴുതണം? 35 അല്ലേ? ഇത് ഒന്നാമത്തെ 1 2 3 4 ഇങ്ങനെ ഏതുവരെ? 10 വരെ നമ്മൾ എഴുതും. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ക്യാഷ് ഇൻഫ്ലോ 35. ഓക്കെ, എന്നിട്ടോ 6% ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണെന്ന് നോക്കണം. ഓക്കെ, ടേബിൾ നോക്കണം. പ്രസൻറ്റ് വാല്യൂ ടേബിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുക്കൂ അല്ലേ? നിങ്ങളുടെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുത്ത് അതിൽ 6% നേർക്ക് ഒന്നാമത്തെ വശത്തേക്ക് എത്രയാണെന്ന് എഴുതി ഒന്നാമത്തെ വശത്തിന് നേർക്ക് എഴുതുക. രണ്ടാമത്തെ വശത്തേക്ക് എത്രയാണെന്ന് എഴുതി രണ്ടാമത്തെ വശത്തിന് നേർക്ക് എഴുതുക. മൂന്നാമത്തെ വശത്ത് നോക്കിയിട്ട് അത് എഴുതുക. ക്ലിയർ? അങ്ങനെ 10 വശത്തേക്കും എടുത്തെഴുതണം. അങ്ങനെ എടുത്തെഴുതിയ ശേഷം 10ാമത്തെ വശം ഒരു ഐറ്റം കൂടെ വരും അല്ലേ? റിഡംഷൻ വാല്യൂ 1000 റുപ്പീസ് കൂടെ റിഡംഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടെ എടുക്കുന്നു. എന്നിട്ട് അതിനെയും 10ാമത്തെ വശത്തിൻ്റെ നേർക്ക് നോക്കി അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്തെഴുതുന്നു. 6% നിരക്കിൽ 10ാമത്തെ വശത്തേക്ക് എത്രയാണെന്ന് നോക്കി അതിൻ്റെ എഴുതുന്നു. ക്ലിയർ?
ഇനി എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ക്യാഷ് ആൻഡ് ഫ്ലോ ഇൻറ്റു പി വി എഫ് ഓരോന്നിൻ്റെയും ക്യാഷ് ആൻഡ് ഫ്ലോസിനെ PVF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ നമുക്ക് എടുക്കാം. ക്ലിയർ? ഇങ്ങനെ എടുത്തിട്ട് ടോട്ടൽ സം എടുക്കുക. അങ്ങനെ ടോട്ടൽ സം എടുക്കുന്നതാണ് എന്ത്? ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ആൻഡ് ഫ്ലോസ്. അത് തന്നെയാണ് നമ്മുടെ എന്ത്? ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ക്ലിയർ? നിങ്ങൾക്ക് തന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ചെറിയൊരു കാര്യം കൂടെ നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ തന്ന സ്റ്റഡി മെറ്റീരിയലിൽ ഒരു 4 പേജ് മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ നേരത്തെയുള്ള ചോദ്യത്തിന് ശേഷം ഇല്ലുസ്ട്രേഷൻ നമ്പർ 10 ചോദ്യത്തിന് ശേഷം പിന്നീട് വരുന്ന ഇല്ലുസ്ട്രേഷൻ നമ്പർ 16 ആണ് അടുത്ത പേജിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 4 പേജ് അതിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാനത് രണ്ടാമത്തെ ഒരു PDF ഡോക്യുമെൻ്റായിട്ട് അതിൻ്റെ പ്രോബ്ലംസും ആൻസറൊക്കെ വരുന്നത് 4 മിസ്സിംഗ് ആയിട്ടുള്ള പേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ നോക്കൂ അല്ലേ? നമുക്ക് 816 രൂപയാണ് ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് 816 കിട്ടി. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? ഇപ്പോൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നത് 802 802 രൂപയാണ് CMP പറഞ്ഞിരിക്കുന്നത് അല്ലേ? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 860. ഇപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് എന്താണ്? ഇതിനെ രണ്ടിനും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? സോ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ CMP അല്ലേ? സോ IV ഈസ് ഗ്രേറ്റർ ദാൻ CMP. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വി ക്യാൻ സജസ്റ്റ് ബൈ. എന്താ അതിൻ്റെ അർത്ഥം? 816 രൂപ നമ്മൾ വില കൽപ്പിക്കുന്ന ഒരു ബോണ്ട് ഇപ്പം മാർക്കറ്റിൽ 802 രൂപയ്ക്ക് കിട്ടുന്നു. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് 802. അതിൻ്റെ അർത്ഥം എന്താ? വില കുറഞ്ഞ് ലഭിക്കുന്നു. ഇറ്റ് ഈസ് അണ്ടർ പ്രൈസ്ഡ് സെക്യൂരിറ്റി എന്ന് പറയും. ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയുന്ന പേരെന്താ? അണ്ടർ പ്രൈസ്ഡ് സെക്യൂരിറ്റി. ക്ലിയർ? വില കുറഞ്ഞ് ഇപ്പോൾ വിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വില കൂടാൻ സാധ്യതയുണ്ട് അല്ലേ? 816 രൂപ വരെ വരാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? വി ക്യാൻ റെക്കമെൻഡ് ഫോർ ബൈയിങ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വുഡ് ആൻ ഇൻവെസ്റ്റർ ബൈ ദ സെക്യൂരിറ്റി എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, ദ ഇൻവെസ്റ്റർ ക്യാൻ ബൈ ദ സെക്യൂരിറ്റി. എന്താ കാരണം? റീസൺ ബിക്കോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ അല്ലേ? സോ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് ഹയർ ദാൻ ദി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് 802 and hence it is underpriced, so it is advisable to buy the bond. Clear? അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാം. ഇങ്ങനെ വേണം ഓരോ ക്വസ്റ്റിനെയും സമീപിക്കാൻ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്തത്? നിങ്ങളുടെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ലാസ്റ്റ് പേജിൽ ഓക്കെ ഇപ്പോൾ അയച്ചു തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത് വരുന്ന പേജിൽ നിങ്ങൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. ക്ലിയർ? ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ ടു ദി ഇല്ലുസ്ട്രേഷൻ നമ്പർ 10. ക്ലിയർ? അപ്പോൾ ഇതിൽ നമ്മൾ മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് നോക്കുക. എന്താ? ബൈ യൂസിങ് പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ ടേബിൾ അല്ലേ? 10 വർഷത്തേക്കാണ് നമ്മുടെ എൻ. അപ്പോൾ 10 വർഷം നമുക്ക് എന്ത് കിട്ടും? 35 രൂപ വെച്ചിട്ട് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈക്വലായിട്ട് ഒരു സീരീസ് ഓഫ് പേയ്മെൻറ്റോ റെസീറ്റോ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആന്വിറ്റി എന്ന് പറയും. അപ്പോൾ ആന്വിറ്റി വരുന്ന സമയത്ത് ആന്വിറ്റി ഫാക്ടർ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ബോണ്ട് ഈക്വൽ ടു ആനുവൽ ഇൻട്രസ്റ്റ് ഓർ ആന്വിറ്റി ഇൻറ്റു PVAF. ക്ലിയർ? ഫോർ 10 years at 6%. അപ്പോൾ 10 വർഷത്തേക്ക് 6% നേർക്ക് നോക്കണം. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫോർ 10 years at 6% പറഞ്ഞാൽ എന്താ? PVAF ടേബിൾ അല്ലേ? നമുക്ക് നേരത്തെ അയച്ചു തന്ന ടേബിളിൻ്റെ രണ്ടാമത്തെ ടേബിൾ എടുത്തിട്ട് അതിൽ 6% നേർക്ക് 10ാമത്തെ വർഷം നോക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ അതാണ് പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ. അതിനെ നമ്മുടെ ആനുവൽ ഇൻട്രസ്റ്റ് കൊണ്ട്, കൂപ്പൺ കൊണ്ട്, ആന്വിറ്റി കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ദെൻ റിഡംഷൻ വാല്യൂ ഇൻറ്റു PVF at 6% 10th year. 10ാമത്തെ വർഷത്തിൽ 6% PVF ആണ് എടുക്കേണ്ടത്. PVF എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിൾ. അത് 1ാമത്തെ ടേബിൾ. ക്ലിയർ? കാരണം റിഡംഷൻ വാല്യൂ കിട്ടുന്ന 10ാമത്തെ വർഷമാണ്. അത് ആന്വിറ്റി അല്ല അല്ലേ? 10ാമത്തെ വർഷത്തിൻ്റെ അവസാനം മാത്രമേ റിഡംഷൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണു? പിന്നെ PVF ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വാല്യൂസ് കിട്ടും. ദാറ്റ് ഈസ് 35 ആനുവൽ ഇൻട്രസ്റ്റ്. ക്ലിയർ? PVF നമ്മൾ ടേബിൾ നോക്കുകയാണെങ്കിൽ 7.361. നിങ്ങൾ നോക്കുക, ടേബിൾ നോക്കിയിട്ട് ഇതുമായിട്ട് കറസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് എടുക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ദെൻ പ്ലസ് 1000 × 0.5584 PVF ടേബിൾ നമ്പർ 1ലുള്ള വാല്യൂ.
ക്ലിയർ. ഇത് രണ്ടും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരികയാണെങ്കിൽ 816. ക്ലിയർ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇങ്ങനെയാണ് ഒരു രീതിയിൽ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ യൂസിങ് പ്രസൻറ്റ് വാല്യൂ ടേബിൾ. അപ്പോൾ ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര വർഷത്തേക്കാണോ വേണ്ടത് അത്രയും വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടേബിൾ വയ്ക്കണം. അതിൽ എന്തൊക്കെ കോളം വേണം? ഇയർ കോളം, ക്യാഷ് ഇൻഫ്ലോ കോളം, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 6%, ദെൻ പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മുതൽ 10 വർഷത്തേക്കുള്ള ക്യാഷ് ഇൻഫ്ലോസ് താഴേക്ക് എഴുതുന്നു. ക്ലിയർ. ദെൻ അപ്പോൾ 1 മുതൽ 10 വരെയുള്ള വർഷം എഴുതി, ക്യാഷ് ഇൻഫ്ലോസ് താഴെ എഴുതി. ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ടാണ് നമുക്ക് കിട്ടുക, ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന എമൗണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. 10 വർഷം വരെ ഇൻട്രസ്റ്റ് കിട്ടും, 10ാമത്തെ വർഷം റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ 1000 കിട്ടും. അങ്ങനെ 1030 രൂപ. ഇനി ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അല്ലേ. ടേബിൾ നമ്പർ 1-ൽ 6% നിരക്കിൽ 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം. ക്ലിയർ. ഇങ്ങനെ ഓരോ വർഷത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ എടുത്ത് ഇത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറായി. ക്ലിയർ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിനെ ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ. സോ ക്യാഷ് ഇൻഫ്ലോ കോളം ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അങ്ങനെ കിട്ടുന്ന എമൗണ്ടാണ് നമുക്കിവിടെ വരുന്നത് പ്രസൻറ്റ് വാല്യൂ അല്ലേ. 35 ഇൻറ്റു 0.9434. അപ്പോൾ കിട്ടുന്നതാണ് 33.019. അതുപോലെ നെക്സ്റ്റ് എങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 816 കിട്ടും. ക്ലിയർ. എല്ലാം കൂടെ ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ 860. ക്ലിയർ. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എത്രയാണ്? 860. ഇങ്ങനെ ടേബിൾ രൂപത്തിലും ചെയ്യാം. ദെൻ മൂന്നാമത്തെ ഒരു മെത്തേഡ് കൂടെയുണ്ട്, ബൈ യൂസിങ് ആൾജിബ്രിക് ഫോർമുല. ആൾജിബ്രിക് മെത്തേഡ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല അല്ലേ, P0 or MP equal to summation of C divided by 1 plus YTM raised to T plus F divided by 1 plus YTM raised to N അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. ക്ലിയർ. സമ്മേഷൻ ഓഫ് C divided by 1 plus YTM raised to T എന്ന് പറഞ്ഞാൽ എന്താ? T എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയാണ് അല്ലേ. 1 to N വരെയാണ്. N എന്ന് പറഞ്ഞാൽ 10 വർഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതനുസരിച്ച് എഴുതുകയാണ്. ഓരോ വർഷത്തേക്ക് നമ്മൾ എഴുതി. ക്ലിയർ. 35 / 1 + 0.6. 0.06 എന്ന് പറഞ്ഞാൽ എന്താ? 6%. ക്ലിയർ. raised to 1 + 35 / 1 + 0.06 raised to 2. ഇങ്ങനെ ഓരോ വർഷവും അപ് ടു 10 ഇയർ വരെ എഴുതി. 10ാമത്തെ വർഷത്തിൽ നമുക്ക് എന്തുകൂടെ കിട്ടും? 1000 രൂപയുടെ റീപേയ്മെൻറ്റ് കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1000 ഡിവൈഡ് ബൈ, അതാണ് എഫ്. ക്ലിയർ. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഫോർമുലയിലുള്ള F divided by 1 plus YTM raised to N. അത് എത്രയാണ്? 1000 divided by 1 plus 0.06 raised to 10. ഓക്കെ. ഇതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരിക. ഓരോ വർഷത്തെയും കാൽക്കുലേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ എന്താവും? 816 രൂപയാണ് നമുക്ക് വീണ്ടും കിട്ടുക. ഓക്കെ. ഇപ്പോൾ ഏത് മെത്തേഡിൽ ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഏതാണ് എളുപ്പമുള്ള മെത്തേഡ്? ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്പർ ഓഫ് ഇയർ കൂടുന്തോറും ആൾജിബ്രിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് വരും അല്ലേ. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയുള്ളൂ. ക്ലിയർ. അതുപോലെ ടേബിൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം, ആൾജിബ്രിക് ഫോർമുലയേക്കാളും കുറച്ച് എളുപ്പമാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താ? ഈ ഫോർമുല അല്ലേ. ആനുറ്റി ടേബിളൊക്കെ ഉപയോഗിച്ച് നമുക്ക് 10 വർഷത്തെ ഒറ്റ ഫിഗർ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ നമുക്ക് അറിയണം എപ്പോഴാണ് ആനുറ്റി ടേബിൾ എടുക്കുക, എപ്പോഴാണ് ആനുറ്റി ടേബിൾ എടുക്കാതിരിക്കണം എന്നൊക്കെ അറിയണം അല്ലേ. ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ആനുറ്റി ആയതുകൊണ്ട് അതിനെ മാത്രം ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ മാത്രം ആനുറ്റി എടുക്കണം. റിഡംഷൻ വാല്യൂ, ഫേസ് വാല്യൂ കിട്ടുമ്പോൾ അതിനെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ക്ലിയർ. അപ്പം ഇങ്ങനെ നമുക്ക് ബോണ്ടിൻ്റെ വാല്യൂ നിശ്ചയിക്കാം. ക്ലിയർ. അതുപോലെ ബൈയിങ് അല്ലെങ്കിൽ സെല്ലിങ് സംബന്ധിച്ച് ഇൻവെസ്റ്റർ വാങ്ങിക്കണോ വിൽക്കണോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ആൻസർ അല്ലേ. അതിനാണ് മുമ്പ് നമ്മൾ പറഞ്ഞത് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാം. ഇൻട്രിൻസിക് വാല്യൂ ഈസ് ലെസ് ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ സെൽ റെക്കമെൻഡേഷൻ കൊടുക്കാം. ക്ലിയർ. അപ്പം ഇങ്ങനെ ബൈയിങ് സെല്ലിങ്ങുള്ള റെക്കമെൻഡേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്ന് വരുന്ന ക്ലിയർ 10 വരെ നമ്മൾ നോക്കിയുള്ളൂ. 10ന് ശേഷം വരുന്ന പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ മറ്റു രീതിയിലോ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ.